അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹൽ അഹിബ്ബ, മർഹബൻ ബിക്കും. ഉൽഫ എന്ന ചാപ്റ്ററിൽ ഫവാസ് ഖത്തറിൽ നിന്ന് വരുന്ന തൻ്റെ വാപ്പയെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരാൻ പോയ കഥ നമ്മൾ പഠിച്ചു. ബാക്കി കഥയിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കാം. വഫി ത്വരീഖി വജദത്തിൽ ഉസ്റത്തു ഇംറഅതൻ മുസിന്ന. വഴിയിൽ വച്ച് ഫാമിലി ഒരു വയസ്സായ സ്ത്രീയെ കണ്ടു. വഫി ത്വരീഖി വഴിയിൽ, വജദത്ത് കണ്ടു, ഉസ്ര ഫാമിലി കണ്ടു, ഇംറഅതൻ സ്ത്രീയെ, മുസിന്ന വയസ്സായ സ്ത്രീയെ അവർ കണ്ടു. വഹിയ തജ്ലിസു ബിജാനിബി ത്വരീഖി ഇല സൂഖ്. അവൾ മാർക്കറ്റിലേക്കുള്ള വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. വഹിയ തജ്ലിസു അവൾ ഇരിക്കുന്നു, ആ സ്ത്രീ ഇരിക്കുന്നു. ബിജാനിബി ത്വരീഖ് വഴിയരികിൽ, ത്വരീഖ് വഴി, ഇല സൂഖ് മാർക്കറ്റിലേക്കുള്ള, സൂഖ് മാർക്കറ്റ്. കാനത്ത് തൻളുറു യമീനൻ വശിമാലൻ. അവൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നുണ്ടായിരുന്നു. ഷിമാൽ ഇടത്ത്, യമീൻ വലത്ത്. തൻളുറു നോക്കുന്നു. വകാനൽ ജവ്വു ഹാറൻ ജിദ്ദൻ. അന്തരീക്ഷം നല്ല ചൂടുള്ളതായിരുന്നു. ജവ്വ് അന്തരീക്ഷം, ഹാറ് ചൂടുള്ള, ജിദ്ദൻ വളരെ. ഫനസലത്തി ഉസ്റത്തു മിനസ്സയ്യാറ. ഫാമിലി, ആ ഫാമിലി കാറിൽ നിന്നും ഇറങ്ങി. നസല ഇറങ്ങി, സയ്യാറ കാർ. സഅലൽ വാലിദു വാപ്പ ചോദിച്ചു, യാ ജദ്ദത്തി എൻ്റെ വല്യമ്മ, മൻ തൻതളിരീന നിങ്ങൾ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? മൻ ആരെ, തൻതളിരി നിങ്ങൾ കാത്തിരിക്കുന്നു. അജാബത്ത് മുബ്തസിമതൻ ഫി സൗത്തിൻ മുൻഖഫിൽ. അവൾ പതിഞ്ഞ സ്വരത്തിൽ ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. അജാബത്ത് അവൾ ഉത്തരം നൽകി. മുബ്തസിമ ചിരിച്ചുകൊണ്ട്, സൗത്ത് ശബ്ദം, മുൻഖഫിൽ ലോ പതിഞ്ഞ. അൻതളിറു ഇബ്നി ഞാൻ എൻ്റെ മകനെ വെയിറ്റ് ചെയ്യുന്നു. ഇബ്ന് മകൻ. സയഅതി ബഅദ ഖലീലൻ അവൻ കുറച്ച് സമയശേഷം വരും. സയഅതി അവൻ വരും, ബഅദ ഖലീലൻ കുറച്ച് കഴിഞ്ഞ്. ഇൻതളറത്തിൽ ഉസ്റത്തു ഇൻദഹ ആ ഫാമിലി അവളോടൊപ്പം വെയിറ്റ് ചെയ്തു. ഇൻതളറ വെയിറ്റ് ചെയ്തു. വലം യഅതി അഹദുൻ എന്നാൽ ആരും തന്നെ വന്നില്ല. വലം യഅതി വന്നില്ല, അഹദുൻ ഒരാളും. വഹിയ തഖൂലു അവൾ പറയുന്നു, വൃദ്ധയായ സ്ത്രീ പറയുന്നു, ഇബ്നി സയഅതിൽ ആൻ എൻ്റെ മകൻ ഇപ്പോൾ വരും, അലാൻ ഇപ്പോൾ. ഫസഅലൽ വാലിദു അപ്പോൾ വാപ്പ ചോദിച്ചു, സഅല ചോദിച്ചു, യാ ജദ്ദത്തി ഐന ബൈത്തുക്കി വല്യമ്മ നിങ്ങളുടെ വീട് എവിടെയാണ്? ബൈത്ത് വീട്. ഇന്ത ഇതിൻ മദ്ദത്തൽ ജദ്ദത്തു വറഖ പിന്നീട് വല്യമ്മ ഒരു ലെറ്റർ നീട്ടി. വറഖ ലെറ്റർ. ഇന്ത ഇതിൻ പിന്നീട്, മദ്ദത്തൻ അവൾ നീട്ടി. ഫീഹ അതിലെന്തോ എഴുതിയിട്ടുണ്ട്. എന്താണത്? മൻ യജിദ് ഹാദിഹിൽ മർഅത ഫർറജാഉ അഹദുഹ ഇല ദാരിൽ മുസിന്നീൻ. ആരെങ്കിലും ഈ സ്ത്രീയെ കണ്ടെത്തുകയാണെങ്കിൽ ദയവായി അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകൂ. വല്യമ്മയുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വല്യമ്മയെ ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകൂ എന്നാണ്. മൻ യജിദ് ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഹാദിഹിൽ മർഅ ഈ സ്ത്രീയെ, ഫറജാഉ ദയവായി, അഹദുഹ അവരെ കൊണ്ടുപോകൂ, ഇല ദാരിൽ മുസിന്നീൻ ഓൾഡ് ഏജ് ഹോമിലേക്ക്, വൃദ്ധസദനത്തിലേക്ക് അവരെ കൊണ്ടുപോകാനാണ് അതിലെഴുതിയിരുന്നത്. തഅജ്ജബൽ ജമീഉ വഖാലു എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, തഅജ്ജബ അത്ഭുതപ്പെട്ടു,
അൽ ജമീഅ എല്ലാവരും. വഖാലു ഖാലു പറഞ്ഞു. യാ ഉമ്മ ഉമ്മ അമ്മ അലിംതി അന്ന ഇബ്നിക്കി ഖദ് ഹജറക്കി. ഉമ്മ നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ മകൻ നിങ്ങളെ വിട്ടേച്ചു പോയത്? അമ്മ അലിംതി നിങ്ങൾ അറിഞ്ഞില്ലേ അന്ന ഇബ്നുക്കി നിങ്ങളുടെ മകൻ ഖദ് ഹജറക്കി നിങ്ങളെ വിട്ടേച്ചു പോയത്. വലമ്മ അലിമത്തിൽ ഇംറഅതു ഹാദിഹിൽ ഖസ്വ ബക്കത്ത് വനാദത്ത്. വലമ്മ അലിമത്തിൽ ഇംറഅതു ഈ ക്രൂരത ആ സ്ത്രീ അറിഞ്ഞപ്പോൾ ബക്കത്ത് അവൾ കരഞ്ഞു, വനാദത്ത് അവൾ വിളിച്ചു പറഞ്ഞു. യാ ബുനയ്യ എൻ്റെ മോനെ, യാ ഖൈതുഅത കബദി എൻ്റെ കരളിൻ്റെ കഷ്ണമേ. കബദ് കരൾ, ഖൈതുഅത്ത് കഷ്ണം, പീസ്. അസ്ലഹല്ലാഹു ബാലക നിന്നെ അള്ളാഹു നന്നാക്കട്ടെ, നിന്റെ മനസ്സിനെ അള്ളാഹു നന്നാക്കി തരട്ടെ. കൈഫ ഖദർത അൻ തഫ്അല ബി ഹകദ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ സാധിച്ചു? കൈഫ ഖദർത എങ്ങനെ നിനക്ക് കഴിഞ്ഞു? അൻ തഫ്അല ബി ഹകദ എന്നോട് ഇങ്ങനെ ചെയ്യാൻ. ഖത്തറിൽ നിന്ന് വന്ന വാപ്പയെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോയ ഫവാസ് വഴിയരികിൽ മകനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വല്യമ്മയെ കണ്ടുമുട്ടുകയും എന്നാൽ ആ വല്യമ്മയുടെ കയ്യിലുള്ള ലെറ്ററിൽ നിന്നും ആ മകൻ വല്യമ്മയെ ഉപേക്ഷിച്ചു പോയതാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അടുത്തതായി നഖറഉൻ നസ്സ വനുഇദ്ദുൽ അസ്ഇല. നമുക്ക് പാരഗ്രാഫ് വായിക്കാം, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാം. താഴെ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമ്മോട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ പാഠഭാഗത്തിൽ പാരഗ്രാഫിൽ നിന്ന് തയ്യാറാക്കാം. എന്തെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് ഇതിനുപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ബോക്സിലായിട്ട് തന്നിട്ടുണ്ട്. മൻ ആര്, ഐന എവിടെ, മത്ത എപ്പോൾ. ഈ ക്വസ്റ്റ്യൻസ് വെച്ച് വേണം നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് തയ്യാറാക്കാനായി. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ്സ് തയ്യാറാക്കാം. മൻ ആര് എന്ന ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് എന്ത് ക്വസ്റ്റ്യൻ തയ്യാറാക്കാം? മനിൽ ഖാദിം മിനൽ ഖത്തർ ആരാണ് ഖത്തറിൽ നിന്ന് വരുന്നത്? വാലിദ് എന്ന് നമുക്ക് ആൻസർ എഴുതിക്കൂടെ? അപ്പോൾ ക്വസ്റ്റ്യൻ മനിൽ ഖാദിം മിനൽ ഖത്തർ. അടുത്ത ക്വസ്റ്റ്യൻ ഐന. ഐന ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് തയ്യാറാക്കാം? ഐന ഖറജൽ ഉസ്ര ഫാമിലി എവിടേക്കാണ് പുറപ്പെട്ടത്? ഇലൽ മത്വാർ എയർപോർട്ടിലേക്ക്. ഐന ഖറജൽ ഉസ്ര. അടുത്ത ക്വസ്റ്റ്യൻ മത്ത എപ്പോൾ. ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാം ഇസ്തൈഖല ഫവാസ് ഫിസ്സബാഹി മുബക്കിറൻ. ഫവാസ് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഫവാസ് എപ്പോഴാണ് എഴുന്നേറ്റതെന്ന് നമുക്ക് ചോദിക്കാം. മത ഇസ്തൈഖല ഫവാസ്. ഫവാസ് എപ്പോൾ എഴുന്നേറ്റു. ഇതുപോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നാൽ നമുക്ക് ഈസിയായി പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച പുതിയ വേർഡ്സ് ഒന്നുകൂടെ പരിചയപ്പെടാം. അൽ മത്വാർ എയർപോർട്ട്. അൽ മത്വാർ. അത്വാഇറ എയറോപ്ലെയിൻ. അത്വാഇറ. അൽ മദ്റജ് റൺവേ. അൽ മദ്റജ്. അത്വയ്യാർ പൈലറ്റ്. അത്വയ്യാർ. മുലീഫത്തു ത്വാഇറ എയർ ഹോസ്റ്റസ്. മുലീഫത്തു ത്വാഇറ. ജവാസു സഫർ പാസ്പോർട്ട്. ജവാസു സഫർ. ഇതെല്ലാം പുതിയ വേർഡ്സുകളാണ്, എഴുതി പഠിക്കുക. ഇത്വസ്വല വാലിദു ഫവാസ് ബിഷുർത്വ അബറൽ ജവാല. ഫവാസിന്റെ വാപ്പ പോലീസിനെ മൊബൈലിലൂടെ വിളിച്ചു. ഷുർത്വ
പോലീസ്, ജവാൽ, മൊബൈൽ. അപ്പോൾ ഇനി നമുക്ക് എഴുതേണ്ടത് ഫവാസിൻ്റെ വാപ്പയും വാലിദ് ഫവാസും ഷുർത്വ പോലീസും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അവർ ജവാലയിലൂടെ അഥവാ മൊബൈലിലൂടെയാണ് കോണ്ടാക്ട് ചെയ്തത്. ആദ്യമായി വാലിദ് ഫവാസിൻ്റെ വാപ്പ എന്താണ് പറയുന്നതെന്ന് നമുക്ക് എഴുതണം. നമുക്കറിയാം, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹലോ, സ്വബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് വാലിദ് ഫവാസ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഷുർത്വ പോലീസ് എന്ന് മറുപടി നൽകും, സ്വബാഹൻ നൂർ, ഗുഡ് മോർണിംഗ്. മറ്റൊരു ചോദ്യം കൂടി പോലീസ് ചോദിക്കുന്നുണ്ട്, മൻ മഗൈ, ഹൂ ഇസ് വിത്ത് മീ, ആരാണ് എൻ്റെ കൂടെ അഥവാ ആരാണ് സംസാരിക്കുന്നത് എന്നാണ്. വാലിദ് ഫവാസ് പറയുന്നു, മാക് ഖാലിദ്, നിങ്ങളോടൊപ്പം ഖാലിദാണ്. ഖാലിദ് എന്നാണ് ഫവാസിൻ്റെ വാപ്പയുടെ പേര്. അഷുർത്വ പോലീസ് പറയുന്നു, മിൻ ഐന തത്തസുലു, എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? മിൻ ഐന, എവിടെ നിന്ന്, ഫ്രം വേർ, തത്തസുലു കോളിംഗ്. വാലിദ് ഫവാസ് വല്യുമ്മയെ കണ്ടെത്തിയത് സൂഖിലേക്കുള്ള വഴിയരികിൽ എന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം, മിൻ ജാനിബി ത്വരീഖ് ഇല സൂഖ്, സൂഖ് മാർക്കറ്റിലേക്കുള്ള വഴിയരികിൽ. ഷുർത്വ പോലീസ് എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി വാലിദ് ഫവാസ് പറയുന്നത്, ഹുന സയ്യിദത്തുൻ അജൂസുൻ ബിജാനിബി ത്വരീഖ്, ഇവിടെ വഴിയരികിലായി ഒരു വൃദ്ധയുണ്ട്. അപ്പോൾ എന്തിനാണ് ഫവാസിൻ്റെ വാപ്പ കോൾ ചെയ്തത് എന്ന് പോലീസ് ചോദിച്ചിട്ടുണ്ടാവും. എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാൻ മാദ അസ്വാബ, അപ്പോഴാണ് ഫവാസിൻ്റെ വാപ്പ ഇവിടെ വൃദ്ധയായ ഒരു സ്ത്രീ വഴിയരികിലുണ്ട് എന്ന് പറയുന്നത്. അടുത്തതായി ഷുർത്ത ചോദിക്കുന്നു, മൻ മഅഹ, അവളോടൊപ്പം ആരാണുള്ളത്? ഹിയ വഹീദത്തുൻ, അവൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം വൃദ്ധയായ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഷുർത്വ അപ്പോൾ പോലീസ് പറയുകയാണ്, സനസുലു ഇലേക്ക് ഫൗറൻ, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് പെട്ടെന്നെത്താം. സനസിലു, ഞങ്ങൾ എത്തിച്ചേരും. ഇലേക്ക, നിന്റെ അടുത്തേക്ക്, ഫൗറൻ, പെട്ടെന്ന്. അപ്പോൾ വാലിദ് ഫവാസ് പറയുന്നു, ഇൻഷാ അല്ലാഹ്, ശുക്രൻ, താങ്ക്സ്. അപ്പോൾ ഷുർത്ത എന്ത് മറുപടി പറയും? അഫ്വൻ, യു ആർ വെൽക്കം. അടുത്തതായി തന്നിരിക്കുന്ന പിക്ചറിൽ നമുക്ക് ഫവാസ് ഒരു മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നത് കാണാം. ഷാഹദ ഫവാസ് ഫി ജവാലി വാലിദിഹി സൂറത്ത ഉസ്രത്തിഹിൽ ഖദീമ. ഫവാസ് തൻ്റെ വാപ്പയുടെ മൊബൈലിൽ പഴയ ഒരു ഫാമിലി പിക്ചർ കണ്ടു. ഫസഅല ഫവാസ് അൻ അഅ്ളാഇൽ ഉസ്ര. അപ്പോൾ ഫവാസ് ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചു. നമുക്ക് ഫവാസ് കണ്ട പിക്ചറിലെ ഫാമിലി മെമ്പേഴ്സ് ആരെല്ലാമാണെന്ന് പഠിക്കാം. അൽ ഉസ്ര, ഫാമിലി. ആരെല്ലാമാണത്? ജദ്, ഗ്രാൻഡ് ഫാദർ, വല്യുപ്പ. ജദ്ദത്ത്, ഗ്രാൻഡ് മദർ, വല്യുമ്മ. ഉമ്മ, മദർ. അബ്, ഫാദർ. ഉഖ്ത്, സിസ്റ്റർ. അഹ്, ബ്രദർ. അഅ്ളാഉൽ ഉസ്ര നിങ്ങൾ നന്നായി പഠിച്ചു മനസ്സിലാക്കുക. അടുത്തതായി പേജ് നമ്പർ 32 നമുക്ക് 2 കാര്യങ്ങളാണ് എഴുതി പഠിക്കാനുള്ളത്. ഒന്ന് ഒരു ദുആ ആണ്. ഇത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾക്കിത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എന്താണത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ചെറുപ്പകാലത്ത് അവരെന്നെ പോറ്റി വളർത്തിയതുപോലെ അവരുടെ മേലും നീ റഹ്മത്ത് ചൊരിയണേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. കൂടാതെ മറ്റൊരു സെന്റൻസ് ഉണ്ട്, സയ്യിദതി ഹാദിഹി ഹദിയത്തുൻ ലക്കി. മാഡം, ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. ഇതും എഴുതി പഠിക്കാം. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ശുക്രൻ ലക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ.